റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ഗൾഫ് മേഖലയിലെ സംഘർഷത്തിൽ വലഞ്ഞ് കേരളത്തിൽ നിന്നുള്ള വിമാനയാത്രക്കാർ. സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കി വിമാന കമ്പനികൾ. ഈഴവർ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ പോലും സംഘടിത മതവിഭാഗങ്ങളിലുള്ളവരെ സ്ഥാനാർത്ഥികളാക്കുന്ന പ്രവണത കൂടുന്നുവെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. മണി പവറിന്റെയും മസിൽ പവറിന്റെയും ബലത്തിൽ എന്തഴിഞ്ഞാട്ടവും നടത്താമെന്ന ചിന്തയാണ് ന്യൂനപക്ഷങ്ങൾക്കുള്ളതെന്നും വെള്ളാപ്പള്ളി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന് തൃശൂരിൽ ഉജ്ജ്വല സ്വീകരണം. ചേതന ഗാനാശ്രമത്തിന്റെ ശിലാസ്ഥാപനം ഉപരാഷ്ട്രപതി നിർവഹിച്ചു. വാടാനപ്പള്ളിയിൽ ആയുർവേദ തൈലങ്ങളുടെ മറവിൽ ലഹരി കച്ചവടം നടത്തുകയായിരുന്ന യുവാവ് പിടിയിൽ. അറസ്റ്റിലായത് കാക്കശ്ശേരി സ്വദേശി ലിജിൻ. ഇയാളിൽ നിന്ന് 21.5 കിലോ കഞ്ചാവും 260 ഗ്രാം ഹാഷിഷ് ഓയിലും പിടികൂടി. വാണിജ്യാവശ്യങ്ങൾക്കുള്ള പാചകവാതകത്തിന്റെ വില എണ്ണ കമ്പനികൾ കൂട്ടി. സിലിണ്ടറിന് 29 രൂപയാണ് കൂട്ടിയത്. സ്വർണ്ണവില കൂടി. വാർത്തകൾ വിശദമായി. ഇറാനെതിരായ US ഇസ്രായേൽ സംയുക്താക്രമണത്തിൽ വലഞ്ഞ് കേരളത്തിൽ നിന്നുള്ള വിമാനയാത്രക്കാരും. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് 17ഉം കരിപ്പൂരിൽ നിന്ന് 21ഉം കൊച്ചിയിൽ നിന്ന് 16 വിമാനങ്ങളുമാണ് സർവീസ് റദ്ദാക്കിയത്. ഇന്ന് റിയാദിലേക്ക് ഒരു വിമാന സർവീസ് മാത്രമാണ് കരിപ്പൂരിൽ നിന്ന് പുറപ്പെട്ടത്. ഇവിടെ നിന്ന് 32 സർവീസുകളാണ് 2 ദിവസത്തിനിടെ റദ്ദാക്കിയത്. കരിപ്പൂരിൽ ഇറങ്ങേണ്ടിയിരുന്ന 25 വിമാനങ്ങളും സർവീസ് അവസാനിപ്പിച്ചതായി അധികൃതർ വ്യക്തമാക്കി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും 2 വിമാനങ്ങളാണ് ഗൾഫ് മേഖലയിലേക്ക് ഇന്ന് സർവീസ് നടത്തിയത്. പുലർച്ചെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് മസ്കറ്റിലേക്ക് പുറപ്പെട്ട വിമാനം 1.5 മണിക്കൂറിന് ശേഷം തിരിച്ച് കൊച്ചിയിൽ തന്നെ ഇറക്കിയിരുന്നു. ഇറാനിലെ ഇസ്രായേൽ US ആക്രമണത്തിനെതിരെ വെൽഫെയർ പാർട്ടി കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുമ്പിലാവിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് PA ബദറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി MA കമറുദ്ദീൻ, ട്രഷറർ PA ഷഹീദ്, MN സലാഹുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ഈഴവർ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ പോലും സംഘടിത മതവിഭാഗങ്ങളിലുള്ളവരെ സ്ഥാനാർത്ഥികളാക്കുന്ന പ്രവണതയാണ് കണ്ടുവരുന്നതെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. മണി പവറിന്റെയും മസിൽ പവറിന്റെയും ബലത്തിൽ എന്തഴിഞ്ഞാട്ടവും നടത്താമെന്ന ചിന്തയാണ് ന്യൂനപക്ഷങ്ങൾക്ക് ഉള്ളതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് 30 വർഷം പിന്നിട്ടതിന്റെയും രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചതിന്റെയും ഭാഗമായി SNDP മണ്ണുത്തി യൂണിയൻ പുത്തൂർ പുഴയോരം കൺവെൻഷൻ സെന്ററിൽ നൽകിയ സ്വീകരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈഴവൻ മാത്രം ജാതി പറയരുത്, മറ്റുള്ളവർക്കെല്ലാം പറയാം. ഈഴവർ ഉയർന്നു വരുന്നത് കണ്ടാൽ അവരെ ജാതി പറഞ്ഞ് വ്യക്തിഹത്യ നടത്താൻ സംഘടിത ശ്രമമാണ് നടക്കുന്നത്. മുൻ മുഖ്യമന്ത്രി R ശങ്കർ, VS അച്യുതാനന്ദൻ എന്നിവരും KR ഗൌരിയമ്മയും മുഖ്യമന്ത്രി പിണറായി വിജയനുമെല്ലാം ഇതിന്റെ ഇരകളാണ്. ജാതി വിവേചനം ഉയർന്നതോടെയാണ് SNDP യോഗം രൂപം കൊണ്ടത്. രാഷ്ട്രീയം മറന്ന് അച്ചടക്കത്തോടെ വളരാൻ ഈഴവ സമൂഹത്തിന് സാധിക്കണം. സംവരണം പോലും നഷ്ടമാകുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ചരിത്രത്തെ വളച്ചൊടിച്ചാണ് പലരും മുന്നോട്ട് പോകുന്നതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. സ്വീകരണ സമ്മേളനം മന്ത്രി K രാജൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് EK ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി ബ്രുഹുണൻ മനക്കലാത്ത്, സുന്ദരൻ കുന്നത്തുള്ളി, അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, വനിതാ സംഘം പ്രസിഡന്റ് ബീന തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന് തൃശൂരിൽ ഉജ്ജ്വല സ്വീകരണം. കുട്ടനല്ലൂർ ഗവൺമെന്റ് കോളേജ് ഹെലിപാഡിൽ ഇറങ്ങിയ ഉപരാഷ്ട്രപതിയെ ഗവർണർ വിശ്വനാഥ അർലേക്കർ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി R ബിന്ദു, മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ,
ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ദേവമാത സ്കൂളിൽ നടന്ന ചടങ്ങിൽ ചേതന ഗാനാശ്രമത്തിന്റെ ശിലാസ്ഥാപനം ഉപരാഷ്ട്രപതി നിർവഹിച്ചു. ഗവർണർ രാജേന്ദ്ര അർലേക്കർ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തുടങ്ങിയവർ പങ്കെടുത്തു. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. വടാനപ്പള്ളിയിൽ ആയുർവേദ തൈലങ്ങളുടെ മറവിൽ വീട്ടിൽ ലഹരി കച്ചവടം നടത്തുകയായിരുന്ന യുവാവിൽ നിന്ന് 21.5 കിലോ കഞ്ചാവും 260 ഗ്രാം ഹാഷിഷ് ഓയിലും പിടികൂടി. പാവറട്ടി മുല്ലശ്ശേരിയിൽ ആയുർവേദ മരുന്ന് ഫാർമസി നടത്തുന്ന കാക്കശ്ശേരി സ്വദേശി പാമ്പിങ്ങൽ വീട്ടിൽ ലിജിനെയാണ് വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. വാടാനപ്പള്ളി ഏഴാംകല്ല് വെസ്റ്റിൽ വാടകയ്ക്ക് താമസിക്കുന്നയാളാണ് ഇയാൾ. തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് സ്ക്വാഡും വാടാനപ്പള്ളി പോലീസും വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് വൻ ലഹരി ശേഖരം പിടികൂടിയത്. വീട് കയറി ആക്രമണം നടത്തിയ കേസിലും തട്ടിപ്പ് കേസിലും പ്രതിയാണ് പിടിയിലായ ലിജിൻ. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതകത്തിന്റെ വില എണ്ണ കമ്പനികൾ കൂട്ടി. സിലിണ്ടറിന് 29 രൂപയാണ് കൂട്ടിയത്. 1776 രൂപയാണ് വാണിജ്യ സിലിണ്ടറുകളുടെ പുതുക്കിയ വില. വീട്ടാവശ്യത്തിനുള്ള പാചകവാതക വിലയിൽ മാറ്റമില്ല. വാണിജ്യ സിലിണ്ടറുകളുടെ വിലയിൽ എണ്ണ കമ്പനികൾ എല്ലാ മാസവും 1-ാം തീയതി മാറ്റം വരുത്താറുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവിലയിൽ റെക്കോർഡ് വർധനവ്. ഇന്ന് ഗ്രാമിന് 400 രൂപയും പവന് 3200 രൂപയും വർദ്ധിച്ചു. ഗ്രാമിന് 15,865 രൂപയും പവന് 1,26,920 രൂപയുമാണ് ഇന്നത്തെ വില. ഇന്നലെ 2 തവണയായി 5,240 രൂപയാണ് പവന് വർദ്ധിച്ചത്. ഇന്നത്തെ വർധനവോടെ 2 ദിവസം കൊണ്ട് 8,440 രൂപയുടെ വർധനമാണ് സ്വർണത്തിനുണ്ടായത്. ഇസ്രയേലും യുഎസും ചേർന്ന് ഇറാനെതിരെ യുദ്ധം ആരംഭിച്ചതോടെയാണ് സ്വർണ്ണവില വീണ്ടും കുതിപ്പ് തുടങ്ങിയത്. യോഗക്ഷേമ സഭ ജില്ലാ ഘടകത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഹിരൺമയത്തിന് തൃശൂർ വിവേകോദയം സ്കൂളിൽ തിരിതെളിഞ്ഞു. മുൻ സംസ്ഥാന പ്രസിഡന്റ് വൈക്കം PN നമ്പൂതിരി ഉദ്ഘാടനം നിർവഹിച്ചു. ഹിരൺമയം ചെയർമാൻ കൃഷ്ണൻ കാരക്കാട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് മേലേടം ശ്രീകുമാർ പദ്ധതി അവതരണം നടത്തി. മലയാളം സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ അനിൽ വള്ളത്തോൾ VT അനുസ്മരണ പ്രഭാഷണവും മലയാള സർവകലാശാല സാഹിത്യ പഠന വിഭാഗം അധ്യക്ഷ ഡോക്ടർ ശുഭ കുറൂർ അനുസ്മരണവും നടത്തി. കാവനാട് കൃഷ്ണൻ നമ്പൂതിരി, ദേവൻ കറേക്കാട്, യുവജന വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് അജയ് ശർമ്മ മുഞ്ഞൂറളി തുടങ്ങിയവർ സംസാരിച്ചു. അധ്യാപക യോഗ്യതയ്ക്കുള്ള കേറ്ററ്റ് പരീക്ഷയിൽ മിനിമം മാർക്ക് സംവരണം ഒഴിവാക്കണമെന്നും പരീക്ഷാ ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ചത് പിൻവലിക്കണമെന്നും യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ തൃശൂർ ഗ്രൂപ്പിലെ 17 ദേവസ്വങ്ങളിലേക്ക് ഭിന്നശേഷിക്കാരായ ഭക്തർക്ക് സൌകര്യമൊരുക്കുന്നതിന് വേണ്ട വീൽ ചെയറുകൾ വിതരണം ചെയ്തു. ദേവസ്വം പ്രസിഡന്റ് K. രവീന്ദ്രൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പ്രകാശ് അയ്യർ, മധുസൂദനൻ, സുപ്രീംകോടതി അഭിഭാഷകൻ ഗിരീഷ് എന്നിവരെ ആദരിച്ചു. ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ മനോജ് കുമാർ, വടക്കുന്നാഥൻ ഉപദേശക സമിതി സെക്രട്ടറി മനോജ് കൃഷ്ണൻ, പ്രശാന്ത് നായർ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ 2ാം ദിനമായ ഇന്ന് വൈകിട്ട് 6-ന് ഗുരുവായൂരപ്പനെ പഴുക്കാ മണ്ഡപത്തിൽ എഴുന്നള്ളിച്ചു വയ്ക്കും. രാത്രി 8 മുതൽ വിളക്കെഴുന്നള്ളിപ്പ് നടക്കും. രാവിലെ കാഴ്ച ശീവേലി, പാലഭിഷേകം, ശ്രീഭൂതബലി എന്നിവയും നടന്നു. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ മുതൽ കലാപരിപാടികൾ ആരംഭിച്ചു. ക്ഷേത്രനഗരിയിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് നഗരസഭയുടെ നേതൃത്വത്തിൽ പുഷ്പോത്സവം തുടരുന്നു. ക്ഷേത്രപ്രവേശന സത്യഗ്രഹ സ്മാരക ഗ്രൌണ്ടിൽ ആരംഭിച്ച പുഷ്പോത്സവം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടനുബന്ധിച്ച് നടക്കുന്ന നിശാഗന്ധി സർഗോത്സവത്തിന്റെ ഉദ്ഘാടനം നടൻ TG രവി നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ അധ്യക്ഷയായിരുന്നു. വൈസ് ചെയർപേഴ്സൺ KK ജ്യോതിരാജ്, സ്ഥിരം സമിതി അധ്യക്ഷരായ V അനൂപ്, ഷാനി റജി, ബിന്ദു അജിത് കുമാർ, AT ഹംസ, രതി ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു. പുഷ്പഫല സസ്യ പ്രദർശനം, സ്റ്റാളുകൾ, ഫുഡ് കോർട്ട് എന്നിവയും വിവിധ കലാപരിപാടികളുമാണ് ഒരുക്കിയിട്ടുള്ളത്.
ABVPയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ സ്വയം പ്രതിരോധ പരിപാടി സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി നഗരത്തിൽ വിദ്യാർത്ഥി റാലി നടത്തി. തുടർന്ന് തെക്കേ ഗോപുരം നടയിൽ ചേർന്ന പൊതുസമ്മേളനം ഡോക്ടർ VS പ്രിയ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടറി യദു കൃഷ്ണൻ, സംസ്ഥാന സമിതി അംഗം അവന്തിക, സാന്ദ്ര, മാളവിക തുടങ്ങിയവർ സംസാരിച്ചു. എളവള്ളി മൊടാട്ടുകുന്ന് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി. MLAയുടെ ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 11.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മിക്കുന്നത്. മുരളി പെരുന്നലി MLA മൊടാട്ടുകുന്ന് റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TN ലെനിൻ, വാർഡംഗം സനൽ കുന്നത്തുള്ളി, ആസൂത്രണ സമിതി അംഗം PA ഷൈൻ, BA പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് നേതാവ് VM ജോണി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ നൽകിയ വാക്കു പാലിച്ചു. ഉർവശി അമ്മയ്ക്ക് ഇനി മഴയും മഞ്ഞുമേൽക്കാതെ അന്തിയുറങ്ങാം. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ചേരമാൻ പറമ്പ് വാർഡിൽ മേൽക്കൂരയില്ലാത്ത 4 ചുവരുകൾക്ക് കീഴിലാണ് ഉർവശി എന്ന വയോധിക കഴിഞ്ഞു പോന്നിരുന്നത്. രാത്രികാലങ്ങളിൽ സമീപ പ്രദേശത്തെ വീടുകളുടെ വരാന്തയായിരുന്നു ഇവർക്ക് അഭയം. പ്രാഥമികാവശ്യങ്ങൾ നിറവേറ്റാൻ പോലും ഇവർക്ക് സൗകര്യമുണ്ടായിരുന്നില്ല. ഇക്കഴിഞ്ഞ നഗരസഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രചരണ സമയത്ത് വോട്ട് തേടിയെത്തിയ UDF സ്ഥാനാർത്ഥി VM ജോണി താൻ വിജയിച്ചാൽ ഉർവശിക്ക് ചെറുതെങ്കിലും അടച്ചുറപ്പുള്ള വീടൊരുക്കുമെന്ന് വാക്ക് നൽകിയിരുന്നു. വാർഡ് കൌൺസിലറായുള്ള സത്യപ്രതിജ്ഞ കഴിഞ്ഞ് VM ജോണി ആദ്യം ഏറ്റെടുത്തത് ഉർവശിക്ക് വീടൊരുക്കൽ എന്ന യജ്ഞമാണ്. തന്റെ സുഹൃത്തുക്കളുടെ സഹായത്തോടെ അത്യാവശ്യം സൗകര്യങ്ങളുള്ള വീട് ഉർവശിക്കായി VM ജോണി തയ്യാറാക്കി. ഒറ്റപ്പെടലിന്റെയും സുരക്ഷിതത്വമില്ലായ്മയുടെയും ഇരുളിൽ കഴിഞ്ഞിരുന്ന വയോധികയ്ക്ക് മുന്നിൽ കരുതലിന്റെ കരം നീട്ടിയ ജനപ്രതിനിധിയും സുഹൃത്തുക്കളും സന്മനസിന്റെ അടയാളമായി മാറുകയാണ്. ഞാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഭവനത്തിന് സമീപം വന്നിരുന്നു. അന്നാണ് ഉർവശി ചേച്ചിയുടെ അവസ്ഥ എന്ന് മനസ്സിലായത്. വളരെ പരിതാപകരമായ ഒരു അവസ്ഥയായിരുന്നു. ചേച്ചിയോട് പറഞ്ഞു, ഞാൻ ജയിച്ചു വരികയാണെങ്കിൽ ചേച്ചിക്ക് എന്നാൽ കഴിയാവുന്ന രീതിയിൽ ഒരു അടച്ചുറപ്പുള്ളൊരു വീട് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. ഞാൻ ജയിച്ചു സത്യപ്രതിജ്ഞ കഴിഞ്ഞ ഉടനെ തന്നെ എൻ്റെ സുഹൃത്തുക്കളോടെല്ലാം പറഞ്ഞു, ഞാനിങ്ങനെ ഒരു വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതനുസരിച്ച് നല്ലവരായ കുറച്ച് പേരെ സഹായിച്ചു. ഇന്നിതാ പൂർത്തീകരിച്ചു കഴിഞ്ഞു. സഹകരിച്ച എല്ലാവരോടും നന്ദി പറയുന്നു. ചേച്ചിക്ക്, ഉർവശി ചേച്ചിക്ക് അങ്ങനെ ഭവനം പൂർത്തീകരിച്ചിരിക്കുകയാണ്. TCV ന്യൂസ് കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂരിൽ ഒരു കുടുംബത്തിലെ സഹോദരങ്ങൾക്ക് വൃക്കരോഗം. നാട്ടുകാരുടെ സഹായത്തോടെ ഒരാളുടെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പൂർത്തിയായി. മറ്റൊരാൾക്ക് വേണ്ടി സുമനസ്സുകളുടെ സഹായം തേടുകയാണ് നാട്. ശ്രീനാരായണപുരം കട്ടൻ ബസാർ കോനാക്കാട്ടുപറമ്പിൽ ഷിഹാബാണ് ചികിത്സാ സഹായം തേടുന്നത്. ഷിഹാബിന്റെ ചികിത്സയ്ക്കുള്ള ധനശേഖരണാർത്ഥം സഹായ സമിതി രൂപീകരിച്ചു. ET ടൈസൺ MLA യോഗം ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ പ്രകാശിനി അധ്യക്ഷത വഹിച്ചു. ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഷാജി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വേണു തച്ചുംപുറത്ത്, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക്. മാള പഞ്ചായത്ത് വികസന സെമിനാർ VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം സാജൻ കൊടിയൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിനി ബെന്നി, സ്ഥിരം സമിതി അധ്യക്ഷരായ ജോഷി കാഞ്ഞുതറ, ജിജി ജോയ് മാതിരപ്പള്ളി, TK ജിനേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു റപ്പായ്, സിന്ധു അശോക്, ഡൻസി ഡൻപോൾ എന്നിവർ സംസാരിച്ചു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതിയിൽ ഗിരീഷ് പുത്തഞ്ചേരി സ്മൃതി സംഘടിപ്പിച്ചു. കവിയും ഗാനരചയിതാവുമായ ഹരി പി നായർ മുഖ്യപ്രഭാഷണം നടത്തി. എഴുത്തുകാരനും ഫോറം പ്രസിഡന്റുമായ K ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സാഹിതി ചെയർപേഴ്സൺ ഡോക്ടർ സരസ്വതി ബാലകൃഷ്ണൻ, സാഹിത്യകാരന്മാരായ K രഘുനാഥൻ, MD രത്നമ്മ, നഫീസത്ത് ബേബി, രാജലക്ഷ്മി മാനഴി, അപർണ ബാലകൃഷ്ണൻ, P വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു. ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഗാനങ്ങൾ കോർത്തിണക്കിയ ഗാനോപഹാരവും അരങ്ങേറി.
മോക്ഷമാർഗം നീട്ടു പാതിര പുല്ലുണർന്നു പരമുല്ല കാടുണർന്നു പണുടൻ കൂട്ടിലെ സ്നേഹകോകിലം ഗായത്രീ മന്ത്രം ചൊല്ലുന്നു. പി എൻ പണിക്കരുടെ 117ാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി പി എൻ പണിക്കർ ഫൗണ്ടേഷൻ ജില്ലാ കമ്മിറ്റി ഒളരിക്കരയിൽ സാമൂഹ്യ പ്രവർത്തക ദിനാചരണം സംഘടിപ്പിച്ചു. മുൻ MLA ടി വി ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. പി വി രാജു അധ്യക്ഷത വഹിച്ചു. ഫൗണ്ടേഷൻ വൈസ് പ്രസിഡന്റ് ബദറുദ്ദീൻ ഗുരുവായൂർ, കോർഡിനേറ്റർ MA സാദിഖ്, സുനിത ബാബു, KN ഷീജ, CT വിൽസൺ തുടങ്ങിയവർ സംസാരിച്ചു. എറിയാട് പഞ്ചായത്തിലെ ആറാട്ടുവഴി പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ET ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേഷ് ബാബു, എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ നൌഷാദ് കറുകപ്പാടത്ത്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാറാബി ഉമ്മർ, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA ഷിഹാബ് തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം അക്കിക്കാവ് ദീനബന്ധു മിഷന്റെ ഭാഗമായി വിധവകൾക്ക് വേണ്ടിയുള്ള കൂട്ടായ്മയുടെ 3ാം വാർഷികം ആഘോഷിച്ചു. കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ ഉദ്ഘാടനം ചെയ്തു. ദീനബന്ധു ഡയറക്ടർ ഫാദർ ലിനു ജോർജ് അധ്യക്ഷത വഹിച്ചു. സാമൂഹ്യ പ്രവർത്തക ദയാബായ്, ഫാദർ അനു ഉമ്മൻ, ഫാദർ കോശി കുര്യൻ, ഫാദർ പീറ്റർ രാജ് തുടങ്ങിയവർ സംസാരിച്ചു. ഒല്ലൂർ ലയൺസ് ക്ലബിന്റെ ഡേ വിത്ത് സ്പെഷ്യൽ ചിൽഡ്രൻ പദ്ധതിയുടെ ഭാഗമായി ജോൺ ഊക്കൻ സ്പെഷ്യൽ സ്കൂളിൽ സൈക്കിളുകൾ വിതരണം ചെയ്തു. ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് വൈസ് ഗവർണർ KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. കോർഡിനേറ്റർ പീതാംബരൻ അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ ബിജു പുറത്തൂർ, ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളായ NJ ഡിവിച്ച്, RA പീറ്റർ, ഭരതൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഗർഭാശയ ഗള ക്യാൻസറിനെതിരെ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൽ വാക്സിനേഷൻ പരിപാടി സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് IN സുധീഷ് അധ്യക്ഷത വഹിച്ചു. CM നൌഷാദ്, ഷോല മഹേഷ്, MS സുജിത്, റജീന രാജു, കുടുംബാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ സുജ എന്നിവർ സംസാരിച്ചു. ചാഴൂർ പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് TS ഷാജി അവതരിപ്പിച്ചു. ഭവന നിർമ്മാണം, അടിസ്ഥാന സൗകര്യ വികസനം, കാർഷിക മേഖല തുടങ്ങിയവയ്ക്ക് ബജറ്റ് ഊന്നൽ നൽകുന്നു. ഡയാലിസിസ് രോഗികൾക്ക് സാമ്പത്തിക സഹായം, പട്ടികജാതി വികസനം, ആധുനിക രീതിയിലുള്ള ശ്മശാന നിർമ്മാണം, കുറുമ്പിലാവ് സ്കൂളിൽ ഓഡിറ്റോറിയം നിർമ്മാണം എന്നിവയ്ക്കും തുക വകയിരുത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് ഷില്ലി ജിജുമോൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ സുമതി സുബ്രഹ്മണ്യൻ, KS ഗിരീഷ്, PK സുനില, സെക്രട്ടറി ജോയ്സി വർഗീസ് എന്നിവർ സംസാരിച്ചു. ഒളരിക്കരയുടെ സാംസ്കാരിക തനിമയ്ക്ക് മാറ്റുകൂട്ടാൻ ലക്ഷ്യമിട്ട് പുതുതായി രൂപീകരിക്കുന്ന ഒളരിക്കര പുലിക്കളി സംഘത്തിന്റെ പ്രഥമ ആലോചനാ യോഗം ഒളരിക്കര ഗ്രാമീണ വായനശാലയിലെ മുല്ലനഴി സ്മാരക ഹാളിൽ നടന്നു. ഡെപ്യൂട്ടി മേയർ A പ്രസാദ് യോഗം ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് PM ഷാനവാസ്, വായനശാല വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫിറോസ് ചാക്കോ എന്നിവർ സംസാരിച്ചു. സമ്പൂർണ്ണ ക്ഷയരോഗമുക്ത വാർഡാക്കുന്നതിന്റെ ഭാഗമായി എരുമപ്പെട്ടി പഞ്ചായത്ത് 19ാം വാർഡും വടക്കാഞ്ചേരി ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. കരിയന്നൂർ അംഗൻവാടിയിൽ നടന്ന ക്യാമ്പ് എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ NK കബീർ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രബിത ബാലകൃഷ്ണൻ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ AK ടോണി, ഹെൽത്ത് ഇൻസ്പെക്ടർ സുഷി, CDS മെമ്പർ സജിത ഷാജൻ, JHAമാരായ CG ജോസഫ്, സ്മിത ശങ്കർ, JPHN ജിജി തുടങ്ങിയവർ സംസാരിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് NC സതീഷ് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി ലക്ഷ്മി വസന്തൻ അധ്യക്ഷയായി. സെക്രട്ടറി P സുഷമ, സ്ഥിരം സമിതി അധ്യക്ഷരായ VR ബിജു, റെൻസി നാസർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ സലിജ സന്തോഷ്, KP സന്ദീപ് തുടങ്ങിയവർ സംസാരിച്ചു. ഭിന്നശേഷിക്കാരുടെയും വയോജനങ്ങളുടെയും ക്ഷേമം, ശുചിത്വം,
മാലിന്യ സംസ്കരണം, പാർപ്പിടം, കൃഷി എന്നിവയ്ക്ക് മുൻതൂക്കം നൽകുന്ന പദ്ധതികളാണ് ഈ വർഷം ബ്ലോക്ക് പഞ്ചായത്ത് വിഭാവനം ചെയ്തിരിക്കുന്നത്. നാട്ടിക പഞ്ചായത്ത് 4-ാം വാർഡിൽ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറയുടെ സ്വിച്ച് ഓൺ പഞ്ചായത്ത് പ്രസിഡന്റ് പി വിനു നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് ഡിവൈഎസ്പി PK മനോജ്, ഗീതാഞ്ജലി തിലകൻ, C ജയൻ, റാനേഷ് K രാമൻ തുടങ്ങിയവർ സംസാരിച്ചു. മാള പൂപ്പത്തി ചുള്ളൂർ മണിയത്തുകാവ് ക്ഷേത്രം ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷം മുതൽ ഏർപ്പെടുത്തിയ ചുള്ളൂർ കൌസ്തുഭ മുദ്ര പുരസ്കാരം കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് സമർപ്പിച്ചു. പാമ്പുമേക്കാട് ശ്രീധരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി പുരസ്കാര സമർപ്പണം നടത്തി. പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഔസേപ്പച്ചൻ ജോസ് അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രം തന്ത്രി കിഴക്കിനിയടത്ത് മേക്കാട്ട് ഗോതൻ നമ്പൂതിരി, വാർഡംഗം ഗിരിജ വാമനൻ, ട്രസ്റ്റ് പ്രസിഡന്റ് KN വിഷ്ണു നമ്പൂതിരി, സെക്രട്ടറി CD മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയിൽ തൃശൂർ ജില്ലയിൽ 4-ാം റാങ്ക് നേടിയ ചേലക്കോട് മുത്തങ്ങക്കുണ്ട് സ്വദേശി ശ്യാംനാഥിനെ കൊണ്ടാഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അനുമോദിച്ചു. മണ്ഡലം പ്രസിഡന്റ് TC വിനോദ്, മണ്ഡലം സെക്രട്ടറി VC രഘു, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് AU അബ്ദുൾ റഹ്മാൻ, ബൂത്ത് പ്രസിഡന്റുമാരായ CS പ്രവീൺകുമാർ, ശ്രീജ ഹരീഷ് തുടങ്ങിയവർ അനുമോദിച്ചു. കൊണ്ടാഴി പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് ഷേർലി ജോൺസൺ അവതരിപ്പിച്ചു. കാർഷിക മേഖല, ഭവന നിർമ്മാണം, കായികരംഗം, മാലിന്യ സംസ്കരണം എന്നീ മേഖലകൾക്ക് മുൻഗണന നൽകുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. പ്രസിഡന്റ് PK സത്യഭാമ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ മുഹമ്മദ് കുട്ടി, ബീന തുടങ്ങിയവർ സംസാരിച്ചു. ചിനക്കത്തൂർ പൂരത്തിന്റെ സുപ്രധാന ചടങ്ങായ കാളകളിക്കുള്ള കാളയെ ഒരുക്കുന്ന തിരക്കിലാണ് തിരുവില്ലാമല കാക്കാക്കുണ്ട് പ്രദേശവാസികൾ. മദ്ദത്ത് ഭഗവതി ക്ഷേത്രത്തിലാണ് കാളയെ ഒരുക്കുന്നത്. പ്രദേശവാസിയായ ചെള്ളിയാണ് വർഷങ്ങളായി കാളയെ നിർമ്മിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ മരണശേഷം മകനായ തങ്കപ്പൻ ചുമതല ഏറ്റെടുത്തു. ഉണങ്ങിയ വാഴയിലയും വൈക്കോലും ഉപയോഗിച്ചാണ് കാളയെ നിർമ്മിക്കുന്നത്. തിരുവില്ലാമല പറക്കോട്ടുകാവ് ഭഗവതിയും ചിനക്കത്തൂർ ഭഗവതിയും തമ്മിലുള്ള ഐക്യത്തിന്റെ ഭാഗമായാണ് തിരുവില്ലാമലയിൽ നിന്നും ഒറ്റപ്പാലം തെക്കുമംഗലം ദേശത്തിന്റെ ദേശക്കാള പങ്കെടുക്കുന്നത്. പൂര ദിവസം പ്രദേശത്തെ വീടുകളിൽ കാളകളി കഴിഞ്ഞ ശേഷം കാളയെയും ചുമലിലേറ്റി കാൽനടയായി ചിനക്കത്തൂർ കാവിലേക്ക് തിരിക്കും. പുരുഷന്മാർ കാളയെ എടുക്കുമ്പോൾ സ്ത്രീകൾ അലങ്കരിച്ച ഓലക്കുടകൾ എടുക്കും. കാള കയറിയില്ലെങ്കിലും വീടുകളിലേക്ക് കുടകൾ കയറണമെന്നാണ് ഐതിഹ്യം. ചിനക്കത്തൂർ പൂരം അവസാനിപ്പിക്കുന്നതും കാളകളിയോടെയാണ്. TCV ന്യൂസ്, ചേലക്കര. കേരള കോൺഗ്രസ് M തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ AL സെബാസ്റ്റ്യൻ അനുസ്മരണം സംഘടിപ്പിച്ചു. മുൻമന്ത്രി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് M ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഈച്ചിറത്ത് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ബേബി മാത്യു കാവുങ്കൽ, ജോർജ് താഴേക്കാടൻ, ബേബി നെല്ലിക്കുഴി, അഡ്വക്കേറ്റ് PI മാത്യു, ഷാജി ആനിത്തോട്ടം, പോളി റാഫേൽ തുടങ്ങിയവർ സംസാരിച്ചു. റിയൽ എസ്റ്റേറ്റ് അസോസിയേഷന്റെ കൂട്ടായ്മയായ ഭൂമികയുടെ ജില്ലാ കൺവെൻഷൻ തൃശൂരിൽ നടന്നു. സാഹിത്യ അക്കാദമി ചങ്ങമ്പുഴ ഹാളിൽ നടന്ന കൺവെൻഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. സംഘടനാ പ്രസിഡന്റ് VA രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. ആധാരമെഴുത്ത് അസോസിയേഷൻ പ്രസിഡന്റ് PP പ്രകാശ് കുമാർ, മുൻ സർവേ സൂപ്രണ്ട് ബിജു നാരായണൻ എന്നിവർ സംസാരിച്ചു. രജിസ്ട്രേഷനുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടിയും ഭൂമിയുടെ ഫെയർ വാല്യൂവും കുറയ്ക്കണമെന്ന് സംഘടന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കൊടുങ്ങല്ലൂർ എടവിലങ്ങ് കാരാക്കടപ്പുറത്ത് കടൽപന്നിയുടെ ജഡം കരയ്ക്കടിഞ്ഞു. ഇന്ന് രാവിലെയാണ് കടൽപന്നിയുടെ ജഡം കണ്ടെത്തിയത്. തിമിംഗലങ്ങളുടെയും ഡോൾഫിനുകളുടെയും വർഗത്തിൽപ്പെട്ട സസ്തനിയാണ് കടൽപന്നി. കറുത്ത നിറമുള്ള ശരീരവും ഉരുണ്ട മുഖവുമാണ് ഇവയ്ക്ക്. ചാലക്കുടി പോട്ടയിൽ കുളം ശുചീകരിക്കുന്നതിനിടെ 12 അടിയോളം നീളമുള്ള മലമ്പാമ്പിനെ പിടികൂടി. യൂത്ത് കോൺഗ്രസ് മേഖലാ കമ്മിറ്റിയും കൌൺസിലർമാരും സംയുക്തമായി നടത്തിയ കുളം വൃത്തിയാക്കൽ ശ്രമദാനത്തിനിടെയാണ് മലമ്പാമ്പിനെ കണ്ടതും പിടികൂടിയതും. വിവരം അറിയിച്ചതിനെ തുടർന്ന് ചാലക്കുടി വനംവകുപ്പ് റെസ്ക്യൂ സംഘം സ്ഥലത്തെത്തി ഇതിനെ പിടികൂടി. കൌൺസിലർമാരായ വത്സൻ ചമ്പക്കര, വിനീത ഷാന്റോ, റീന ഡേവിസ്, ഷിഫ സന്തോഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കുളത്തിന്റെ ശുചീകരണം.
കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ചേരമാൻ പറമ്പ് വാർഡിൽ വാർഡ് കൌൺസിലർ VM ജോണിയുടെ നേതൃത്വത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച വീടിന്റെ താക്കോൽ കൈമാറ്റം നടന്നു. ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ സുമിത നിസാഫ്, വാർഡ് കൌൺസിലർ VM ജോണി, കൌൺസിലർമാരായ റസോജ ഹരിദാസ്, പ്രിൻസി മാർട്ടിൻ, DCC ജനറൽ സെക്രട്ടറി TM നാസർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ES സാബു തുടങ്ങിയവർ സംസാരിച്ചു. വേലൂർ മണിമലർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ 7ാം പൂജ നടന്നു. ചരിത്രപ്രസിദ്ധമായ കുതിരവേലയ്ക്ക് ശേഷം ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രധാന ചടങ്ങാണ് 7ാം പൂജ. ദേശങ്ങൾ ഒത്തൊരുമയോടെ ആർപ്പുവിളികളോടെ ക്ഷേത്രത്തിലെത്തി കാർത്തിക വേലയിൽ പങ്കെടുത്ത് തട്ടകത്തമ്മയോട് ഉപചാരം ചൊല്ലി തിരിച്ചുപോയതിനു ശേഷം 7ാം പൂജയിൽ ഗുരുതി തർപ്പണത്തിന് ശേഷമാണ് ക്ഷേത്രനട തുറന്ന് ഭക്തജനങ്ങൾക്ക് ദേവിയെ തൊഴുതു വണങ്ങാനുള്ള അവസരം ലഭിച്ചത്. 7ാം പൂജയ്ക്ക് ശേഷമാണ് ദൈനംദിന വഴിപാടുകളും പൂജകളും നടന്നത്. ക്ഷേത്രത്തിന്റെ വടക്കുംവാതിലിൽ ക്ഷേത്രപാലകന്റെ ക്ഷേത്രത്തിന് മുൻപിലാണ് 7ാം പൂജ ചടങ്ങുകൾ നടന്നത്. ക്ഷേത്രം കോമരം നവലൂർ ശ്രീനിവാസൻ ചടങ്ങുകൾക്ക് കാർമ്മികനായി. തുടർന്ന് കോമരം കെട്ടിയാടി ഭക്തജനങ്ങൾക്ക് കൽപ്പന നൽകിയതോടെയാണ് 7ാം പൂജയ്ക്ക് സമാപനമായത്. ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്ട്, പ്രസിഡന്റ് ശ്രീരാമൻ തെക്കൂട്ട്, സെക്രട്ടറി സുജീഷ് അരുവാത്തോട്ടത്തിൽ, ജനറൽ കൺവീനർ രാകേഷ് മേനോത്തുപറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കനകമല ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയും പരിസരവും BJP വട്ടേക്കാട് ബൂത്ത് കമ്മിറ്റിയും സേവാഭാരതി പ്രവർത്തകരും ചേർന്ന് ശുചീകരിച്ചു. സ്വച്ഛ് ഭാരതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വാർഡംഗം BJP ദിവ്യ ഷിജു, ബൂത്ത് പ്രസിഡന്റ് PK സുരേഷ്, BJP കൊടകര നോർത്ത് മേഖലാ ജനറൽ സെക്രട്ടറി OB ബിബിൻ, സേവാഭാരതി പ്രസിഡന്റ് രഘു വിശ്വംഭരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 15,865, പവന് 1,26,920. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ഗൾഫ് മേഖലയിലെ സംഘർഷത്തിൽ വലഞ്ഞ് കേരളത്തിൽ നിന്നുള്ള വിമാനയാത്രക്കാർ. സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കി വിമാന കമ്പനികൾ. ഈഴവർ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ പോലും സംഘടിത മതവിഭാഗങ്ങളിലുള്ളവരെ സ്ഥാനാർത്ഥികളാക്കുന്ന പ്രവണത കൂടുന്നുവെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. മണി പവറിന്റെയും മസിൽ പവറിന്റെയും ബലത്തിൽ എന്തഴിഞ്ഞാട്ടവും നടത്താമെന്ന ചിന്തയാണ് ന്യൂനപക്ഷങ്ങൾക്കുള്ളതെന്നും വെള്ളാപ്പള്ളി നടേശൻ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന് തൃശൂരിൽ ഉജ്ജ്വല സ്വീകരണം. ചേതന ഗാനാശ്രമത്തിന്റെ ശിലാസ്ഥാപനം ഉപരാഷ്ട്രപതി നിർവഹിച്ചു. വാടാനപ്പള്ളിയിൽ ആയുർവേദ തൈലങ്ങളുടെ മറവിൽ ലഹരി കച്ചവടം നടത്തുകയായിരുന്ന യുവാവ് പിടിയിൽ. അറസ്റ്റിലായത് കാക്കശ്ശേരി സ്വദേശി ലിജിൻ. ഇയാളിൽ നിന്ന് 21.5 കിലോ കഞ്ചാവും 260 ഗ്രാം ഹാഷിഷ് ഓയിലും പിടികൂടി. വാണിജ്യാവശ്യങ്ങൾക്കുള്ള പാചകവാതകത്തിന്റെ വില എണ്ണ കമ്പനികൾ കൂട്ടി. സിലിണ്ടറിന് 29 രൂപയാണ് കൂട്ടിയത്. സ്വർണ്ണവില കൂടി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.